ഹായ്, വെൽക്കം ടു പാറൂസ് കൊമേഴ്സ് അക്കാഡമി. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കോൾസ് ഇൻ അരിയറിൻ്റെ ഒരു പ്രോബ്ലമാണ്. എന്താണ് കോൾസ് ഇൻ അരിയർ? നമുക്ക് ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ നമ്മൾ ഘടുക്കൾ അടയ്ക്കാൻ വേണ്ടി കമ്പനി വിളിക്കുമ്പോൾ ചില ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യില്ല, എമൗണ്ട് അടയ്ക്കില്ല. അപ്പോൾ ആ എമൗണ്ട് പെൻഡിങ് ആയിട്ട് അവിടെ കിടക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം. CC Limited invited applications for 1 lakh shares of 10 each payable as follows. Application 2 per share, allotment 3 per share, first call 2 per share, final call 3 per share. Applications were received for 1,50,000 shares. 1 lakh ആണ് കമ്പനി ഇൻവൈറ്റ് ചെയ്തുള്ളൂവെങ്കിലും ആപ്ലിക്കേഷൻ കിട്ടിയപ്പോൾ എത്രേൻ്റെ കിട്ടി? 1,50,000, 1.5 ലക്ഷം ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടി. 30,000 ആപ്ലിക്കേഷൻസ് വർ റിജക്റ്റഡ്. ഈ 1.5 ലക്ഷത്തിൽ 30,000 ആപ്ലിക്കേഷൻ നമ്മൾ റിജക്റ്റ് ചെയ്തു, അതിൻ്റെ പൈസ തിരിച്ചു കൊടുത്തു. ബാക്കി എക്സസ് എത്രയുണ്ട്? 50,000 എന്ന എക്സസ്, അതിൽ 30,000 തിരിച്ചു കൊടുത്തു. ബാക്കി 20,000 ആപ്ലിക്കേഷൻ മണി നമ്മുടെ കയ്യിൽ എക്സസ് ഉണ്ട്. ആൻഡ് പ്രോ റേറ്റ അലോട്ട്മെൻറ്റ് വാസ് മെയ്ഡ് ടു ദ റെസ്റ്റ്. പ്രോ റേറ്റ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എക്സസ് ആപ്ലിക്കേഷൻ മണി അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണേനെ. നെക്സ്റ്റ്, ആപ്ലിക്കേഷൻ മണി ഇൻ റെസ്പെക്റ്റ് ഓഫ് റിജക്റ്റഡ് ആപ്ലിക്കേഷൻസ് ആർ ടു ബി റീഫണ്ടഡ്. ആപ്ലിക്കേഷൻ മണി ഇൻ റെസ്പെക്റ്റ് ഓഫ് റിജക്റ്റഡ് ആപ്ലിക്കേഷൻ, റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ 30,000, അത് നമ്മൾ റീഫണ്ട് ചെയ്തു. ബട്ട് ദ എക്സസ് ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഫ്രം ദോസ് ടു ഹൂം പ്രോറേറ്റ അലോട്ട്മെൻറ്റ് വാസ് മെയ്ഡ് അഡ്ജസ്റ്റഡ് എഗെയിൻസ്റ്റ് അലോട്ട്മെൻറ്റ് മണി. ബാക്കിയുള്ള എക്സസിൻ്റെ പൈസ എവിടെ അഡ്ജസ്റ്റ് ചെയ്തു? അലോട്ട്മെൻറ്റ് മണിയിൽ അഡ്ജസ്റ്റ് ചെയ്തു. ദ ഡയറക്ടേഴ്സ് മെയ്ഡ് ഓൾ കോൾസ്, എല്ലാ കോളും ഫൈനൽ കോൾ വരെ വിളിച്ചു. ആൻഡ് എമൗണ്ട്സ് വർ റിസീവ്ഡ് ഇൻ ടൈം, എല്ലാ പൈസയും കറക്റ്റായിട്ട് കിട്ടി. എക്സെപ്റ്റ് ദ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഓൺ 2,000 ഷെയർസ്. 2,000 ഷെയറിൻ്റെ ഫസ്റ്റ് കോളും കിട്ടിയില്ല, ഫൈനൽ കോളും കിട്ടിയില്ല. ബാക്കി എല്ലാ ഷെയറിൻ്റെയും പൈസ കിട്ടി. അപ്പോൾ 2,000 ഷെയറിൻ്റെ ഫസ്റ്റ് കോളും കിട്ടിയിട്ടില്ല, ഫൈനൽ കോളും കിട്ടിയിട്ടില്ല. ഗീവ് ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി, ഓൾസോ ഷോ ദ ബാലൻസ് ഷീറ്റ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇപ്പോൾ ഫസ്റ്റ് ജേർണൽ എൻട്രി നോക്കിയേ. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ, എമൗണ്ട് 3 lakh. എങ്ങനെ വന്നു 3 lakh? 1 ലക്ഷത്തിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തത് എങ്കിലും 1,50,000 രൂപയുടെ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തു. അപ്പോൾ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം അവർ ആപ്ലിക്കേഷൻ ഫീ അടച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എത്ര രൂപ നമ്മുടെ കയ്യിലേക്ക് വന്നു? 1,50,000 ഇൻറ്റു 2 വെച്ച് 3 ലക്ഷം രൂപ നമ്മുടെ കയ്യിലേക്ക് വന്നു. അപ്പോൾ എക്സസ് ആണ് വന്നേക്കണേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സസ് വന്നതിൽ 20,000 രൂപയുടെ, അതായത് 50,000 എക്സസ് വന്നേക്കണേ. അതിൽ 30,000ത്തിൻ്റെ ഫുൾ എമൗണ്ട് നമ്മൾ റീഫണ്ട് ചെയ്യും. പക്ഷേ ബാക്കി 20,000 ആപ്ലിക്കേഷൻ്റെ 2 രൂപ വെച്ച് നമ്മൾ അലോട്ട്മെൻറ്റിലേക്ക് മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റിലേക്ക് അങ്ങനെ മാറ്റിയാൽ എന്താ ഗുണം? അലോട്ട്മെൻറ്റ് മണി വിളിക്കുമ്പോൾ ഈ 40,000 കഴിഞ്ഞിട്ടുള്ള പൈസയാണ് ബാങ്കിലേക്ക് അടച്ചാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത ജേർണൽ എൻട്രി എന്നാണ്? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 1,50,000 ഇൻറ്റു 2, 3 ലക്ഷം. ടു ഷെയർ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റലിലേക്ക് എത്രയും മാറ്റാൻ പാടുള്ളൂ നമ്മൾ? ഒറിജിനൽ വില 1 ലക്ഷം ഇൻറ്റു 2, 1 ലക്ഷം ഇൻറ്റു 2 നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റി 2 ലക്ഷം. ടു ബാങ്കിലേക്ക് എന്താ വരേണ്ടത്? നമ്മൾ ഫുൾ റീഫണ്ട് ചെയ്യണ പൈസ. അപ്പോൾ 30,000 ഇൻറ്റു 2, 60,000 നമ്മൾ റീഫണ്ട് ചെയ്തു. അപ്പോൾ ടു ബാങ്ക് 60,000. ടു ഷെയർ അലോട്ട്മെൻറ്റിലേക്ക് എത്ര വരേണ്ടത്? 20,000 ആണ് പ്രോറേറ്റ അലോട്ട്മെൻറ്റ് നടത്തുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള 20,000 ഇൻറ്റു 2 അലോട്ട്മെൻറ്റിലേക്ക് എഴുതണം. അടുത്ത ജേർണൽ എൻട്രി എന്താണ്? ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ജേർണൽ എൻട്രി കഴിഞ്ഞു കേട്ടോ. ഇനി അലോട്ട്മെൻറ്റ് എത്ര കിട്ടാനുണ്ട്? പിന്നെ ആപ്ലിക്കേഷൻ മണി മാത്രമേ നമ്മൾ 1.5 ലക്ഷത്തിന് എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഫുൾ നമ്മൾ ഏതെടുക്കാൻ പാടുള്ളൂ? കാരണം ആപ്ലിക്കേഷൻ മണി കിട്ടിയത് എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഫുൾ എമൗണ്ട് കാണിക്കുന്നത്. ഇനി മുതൽ നമ്മുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? 1 lakh ഷെയർസിൻ്റെ പൈസയെ കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ 1 lakh ഇൻറ്റു 3 lakh ആണ് ഷെയർ അലോട്ട്മെൻറ്റ്. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ 3 lakh. ഇനി ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ അലോട്ട്മെൻറ്റ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ അലോട്ട്മെൻറ്റിലേക്ക് എത്ര മതി? മൊത്തം 3 ലക്ഷം കിട്ടാനുണ്ട്. 1 lakh ഇൻറ്റു 3 lakh അലോട്ട്മെൻറ്റ് മണി കിട്ടാനുണ്ട്. പക്ഷേ ആപ്ലിക്കേഷൻ്റെ ഒപ്പം ഒരു 40,000 രൂപ അലോട്ട്മെൻറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ആ 40,000 കുറച്ച് ബാക്കിയുള്ളതാണ് ഇനി ബാങ്കിലേക്ക് വരുള്ളൂ. അപ്പോൾ എത്ര വരും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ അലോട്ട്മെൻറ്റ് 3 ലക്ഷം കിട്ടണോടത്ത് 40,000 കുറഞ്ഞു. 3 ലക്ഷം മൈനസ് 40,000, ബാക്കി എത്ര വരുള്ളൂ? 2,60,000 ആണ് നമുക്ക് ബാങ്കിലേക്ക് വരുള്ളൂ. കാരണം എന്താ? ഓൾറെഡി അവർ തന്ന എക്സസ് മണി നമ്മൾ അലോട്ട്മെൻറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അവർ അടച്ചാൽ മതി.
നെക്സ്റ്റ് ജേണൽ എൻട്രി നോക്കിയേ. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ 1 lakh ഇൻറ്റു 2. ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് എത്രയാണ്? 2 ആണ്. അപ്പോൾ 1 lakh ഇൻറ്റു 2 2 lakh. ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ഫസ്റ്റ് കോൾ. ഇവിടെ നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 2000 ഷെയർ ഫസ്റ്റ് കോളും അടച്ചിട്ടില്ല, ഫൈനൽ കോളും അടച്ചിട്ടില്ല. 2000 ഷെയർ കൈവശമുള്ള ഒരാൾ ഫസ്റ്റ് കോളും അടച്ചിട്ടില്ല, ഫൈനൽ കോളും അടച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടൂല? 2000 ഇൻറ്റു 2, ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് 2 ആണല്ലോ. അങ്ങനെ 2000 ഷെയറിന് 2 രൂപ വെച്ച് 4000 രൂപ കിട്ടൂല. എത്ര കിട്ടണമായിരുന്നു? 1 lakh ഇൻറ്റു 2 2 lakh കിട്ടണമായിരുന്നു. അതിൽ 2000 ഷെയറിൻ്റെ പൈസ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കുറച്ചിട്ടേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ 1 lakh ഇൻറ്റു 2, അതായത് 2 lakhൽ നിന്ന് 2000 ഇൻറ്റു 2 4000 രൂപ. 4000 രൂപ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 1,96,000 രൂപയാണ് നമ്മുടെ ബാങ്കിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ഫസ്റ്റ് കോളിൽ 1,96,000. ഇത് തന്നെയാണ് ഷെയർ ഫൈനൽ കോളിലും വന്നേക്കുന്നത്. അവിടെയും 2000 ഷെയറിന് 3 രൂപ വെച്ച് അയാൾ കൊടുത്തിട്ടില്ല. കാരണം ഫൈനൽ കോളിൻ്റെ എമൗണ്ട് 3 ആണ്. ഫസ്റ്റ് കോളും ഫൈനൽ കോളും കൊടുത്തിട്ടില്ല. അപ്പോൾ ഫൈനൽ കോൾ എത്ര കിട്ടാനുണ്ട്? 2000 ഇൻറ്റു 3 വെച്ച് 6000 കിട്ടാനുണ്ട്. അപ്പോൾ ജേണൽ എൻട്രി നോക്കിയേ. ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ എത്ര കിട്ടണം? 1 lakh ഇൻറ്റു 3 lakh കിട്ടണം. ദെൻ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ഫൈനൽ കോൾ 3 ലക്ഷത്തിൽ നിന്ന് ഈ 6000 കുറച്ച് ബാക്കിയുള്ളതാ ബാങ്കിലേക്ക് വന്നിട്ടുള്ളൂ. 2,94,000. നെക്സ്റ്റ് നമ്മളോട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വലിയ ഐറ്റംസ് ഒന്നുമില്ല. എന്നാലും ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഫസ്റ്റ് റോമൻ ലെറ്റർ 1 ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ വരുന്ന ഫസ്റ്റ് ഐറ്റമാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്നതാണ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഫോർമാറ്റ് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ നോൺ കറണ്ട് ലയബിലിറ്റീസ്, ദെൻ കറണ്ട് ലയബിലിറ്റീസ്. അടുത്തത് സെക്കൻഡ് അസറ്റിൽ നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റും. കറണ്ട് അസറ്റിൽ വന്ന ഐറ്റമാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. അപ്പോൾ ഇവിടെ ആകെ നമുക്ക് ഷെയർ ക്യാപിറ്റൽ ഇത്ര രൂപ വന്നു എന്നറിയാം. കൂടാതെ അത് ക്യാഷായിട്ടാണല്ലോ വന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ 9,90,000. ദെൻ അത് തന്നെ കറണ്ട് അസറ്റിൽ, കാരണം ഇതിൻ്റെയൊക്കെ ബാങ്കിൻ്റെ എൻട്രി ഉണ്ടല്ലോ. അപ്പോൾ അത് കറണ്ട് അസറ്റാണ്. അപ്പോൾ അതൊക്കെ കറണ്ട് അസറ്റിലും കാണിച്ചു, ജസ്റ്റ് ടാലി ആക്കി. അല്ലാതെ പ്രത്യേകിച്ച് വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും നമുക്ക് ഇല്ലാത്തതുകൊണ്ട് വേറെ ഒന്നും ഇതിനകത്ത് എഴുതാനില്ല. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. എന്താണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്? ഫോർഫീച്ചർ മീൻസ് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ്. ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാൻസൽ ചെയ്യുക. എപ്പോഴാണ് ക്യാൻസൽ ചെയ്യണേ? നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ വന്നതുപോലെ കോളുകളോ അലോട്ട്മെൻറ്റ് മണിയോ ഒക്കെ ചിലവർ അടയ്ക്കാതിരിക്കുമ്പോൾ ആദ്യം അവർക്ക് നോട്ടീസൊക്കെ അയക്കും കമ്പനി. എന്നിട്ടും അടയ്ക്കാതിരിക്കുമ്പോൾ അവരുടെ ഷെയർ കമ്പനി എന്ത് ചെയ്യും? കമ്പനി ക്യാൻസൽ ചെയ്യും. ഇതിനകത്ത് അവരടച്ച പൈസ കമ്പനി പിന്നെ അവർക്ക് തിരിച്ചു കൊടുക്കില്ല. അത് നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ കമ്പനി പറയുന്നതാണ്. അപ്പോൾ അവർക്കത് തിരിച്ചു കൊടുക്കില്ല. അത് കമ്പനിക്ക് ലാഭമാണ്. അപ്പോൾ ഫോർഫീറ്റ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാറിലും പ്രീമിയത്തിലും ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ഷെയറിൻ്റെ ഉണ്ട്. അപ്പോൾ ഫോർഫീച്ചർ എൻ്റെ ജേണൽ എൻട്രി ജസ്റ്റ് ഇത് മാത്രം നോക്കി വെക്കുക. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ, അതായത് കിട്ടാത്ത പൈസ, ടു ഷെയർ ഫൈനൽ കോൾ. ചിലപ്പോൾ അലോട്ട്മെൻറ്റ് മണിയും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ടു അലോട്ട്മെൻറ്റ് മണി കൂടി വരും. ടു ഫോർഫീറ്റഡ് ഷെയർസ്. ഫോർഫീറ്റഡ് ഷെയർസിൽ എന്താ പറയണേ? നമ്മൾ റിസീവ് ചെയ്ത മണി, അതായത് ചിലപ്പോൾ ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് മണി അവർ തന്നിട്ടുണ്ടാവും, ബാക്കിയാണ് തരാതിരിക്കണേ. എത്രയാണ് നമുക്ക് കിട്ടിയത്? ആ കിട്ടിയ എമൗണ്ടാണ് ഫോർഫീച്ചർ ഷെയർസ് എന്നുള്ളിടത്ത് വരുന്നത്. റീഇഷ്യൂ ഓഫ് ഷെയർസ്. വെൻ ഷെയർസ് ആർ ഫോർഫീറ്റഡ് സച്ച് ഷെയർസ് ബിക്കം ദി പ്രോപ്പർട്ടി ഓഫ് ദ കമ്പനി. കാരണം ആ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കില്ല. അപ്പോൾ അത് കമ്പനിയുടെ പ്രോപ്പർട്ടി ആയ ഷെയർസ്. അപ്പോൾ ഈ ഡയറക്ടേഴ്സിന് ഹാവ് ദ അതോറിറ്റി ടു റീഇഷ്യൂ. അത് മറ്റ് വേറെ ആൾക്കാർക്ക് റീഇഷ്യൂ ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. അപ്പോൾ അവരത് റീഇഷ്യൂ ചെയ്യും. റീഇഷ്യൂ ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യണം. ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഫോർഫീറ്റഡ് ഷെയർസ് ആർ ജനറലി റീഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ലോവർ ദാൻ ദയർ ഫേസ് വാല്യൂ. ഫേസ് വാല്യൂവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക്, അതായത് ഡിസ്കൗണ്ടിലാണ് ഫോർഫീറ്റഡ് ഷെയർസ് റീഇഷ്യൂ ചെയ്യുന്നത്. ഇനി എ റെസൊല്യൂഷൻ സാങ്ഷനിങ് ദ റീഇഷ്യൂ മസ്റ്റ് ബി പാസ്ഡ് ഇൻ ദ ബോർഡ് മീറ്റിംഗ്. ബോർഡ് മീറ്റിങ്ങിൽ റീഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രമേയം പാസ്സാക്കി എല്ലാവരുടെയും സാങ്ഷൻ വാങ്ങിക്കണം. 3, പബ്ലിക് നോട്ടീസ് കൊടുക്കണം. അതായത് ന്യൂസ് പേപ്പറിലും നോട്ടീസ് കൊടുക്കണം. എന്ത്? ഈ ഷെയർസ് എല്ലാം ഫോർഫീറ്റ് ചെയ്തു ഡ്യൂ ടു ദ നോൺ പേയ്മെൻറ്റ് ഓഫ് കോള് കിട്ടാത്തതുകൊണ്ട് ഇതെല്ലാം ഫോർഫീറ്റ് ചെയ്തു എന്ന് ആദ്യം നോട്ടീസ് കൊടുക്കണം. കാരണം ഇനിയൊരു പ്രശ്നത്തിന് ആരും വരരുത്. ദെൻ ഫോർഫീറ്റഡ് ഷെയർസ് ഹാവ് ടു ബി ട്രാൻസ്ഫേർഡ് ഇൻ ദ നെയിം ഓഫ് ദ ബയർ. പിന്നെ ബയർ ആരാണോ അയാളുടെ പേരിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യുകയും അയാളുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ രേഖപ്പെടുത്തുകയും വേണം. ഇത്രയാണ് അതിൻ്റെ റൂളായിട്ട് പറയുന്നത്. റീഇഷ്യൂവിൻ്റെ ജേണൽ എൻട്രീസ്. ആകെ ഒരു ജേണൽ എൻട്രി ഉള്ളൂ.
അപ്പോൾ ഇഫ് ദ ഷെയർസ് ആർ റീഇഷ്യൂഡ് അറ്റ് പാർ വാല്യൂലാണ് റീഇഷ്യൂ ചെയ്തതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഇഫ് ദ ഫോർഫീറ്റഡ് ഷെയർസ് ആർ റീഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. ദെൻ ഇഫ് ദ ഫോർഫീറ്റഡ് ഷെയർസ് ആർ റീഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡെറ്റർ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഡിസ്കൗണ്ട് കാണിക്കുന്നത് എപ്പോഴും ആ ഫോർഫീറ്റഡ് ഷെയറിലാണ്. ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്, അതായത് ഈ ഡിസ്കൗണ്ട് കൊടുത്ത് ബാക്കിയുള്ള എമൗണ്ട് ഫോർഫീറ്റഡ് ഷെയർ അക്കൗണ്ടിൽ കിടക്കണ്ടാവും. അതെവിടേക്ക് മാറ്റണം? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം.